2025 മെയ്യിൽ ഞാനും ഷീലയും കുറച്ച് ഫ്രണ്ട്സും കൂടി അയർലൻഡും പാർട്ട് ഓഫ് UK സന്ദർശിക്കുകയുണ്ടായി. അയർലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അതിനുശേഷം 1921 അവരുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശേഷം ആ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് വേർപെട്ട് സ്വന്തമായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കായി മാറിയത്. പക്ഷേ നോർത്തേൺ അയർലൻഡിലെ ചെറിയൊരു ഭാഗം ഇപ്പോഴും ബ്രിട്ടീഷ് അധീനത്തിൽ തന്നെയാണ്. കാരണം ജനറലി അയർലൻഡ് ഒരു കാത്തലിക് ക്രിസ്ത്യൻ കൺട്രിയാണ്. പക്ഷേ ഈ ഒരു നോർത്തേൺ ഐലൻഡ് റീജിയനിൽ കുറെ പേര് പ്രൊട്ടസ്റ്റന്റ്സ് ഉള്ളതുകൊണ്ട് അവര് അന്ന് UK ഭാഗമായി മാറുകയാണ് ഉണ്ടായത്. അയർലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പ്യൂർലി ഒരു ഐലൻഡ് രാഷ്ട്രമാണ്. അതിൻ്റെ ആകെ വലിപ്പം നമ്മുടെ കേരളത്തിൻ്റെ 2 ഇരട്ടിയിൽ സ്വല്പം കൂടുതലാണെന്ന് മാത്രം. പക്ഷേ ജനസംഖ്യ വളരെ വളരെ കുറവാണ്. വെറും 55 ലക്ഷം പേരാണ് ആ രാജ്യത്ത് ആകെ ഉള്ളൂ. അതിന് കാരണമായി പറയുന്നത് ഈ വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നുകൊണ്ട് ഒരു സപ്രഷൻ അവിടെ ഉണ്ടായതുകൊണ്ട് പലരും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറി പാർത്തിട്ടുണ്ട്. അമേരിക്കയുടെ പോപ്പുലേഷനിലെ നല്ലൊരു ശതമാനം ഇതുപോലെ അയർലൻഡിൽ നിന്ന് പണ്ടുകാലത്ത് വന്നുകൂടിയിട്ടുള്ളവരാണ്. അതിൻ്റെ തെളിവാണ് ആക്ച്വലി ഇത്രയും നാളത്തെ US പ്രസിഡന്റുമാരുടെ എണ്ണത്തിൽ ഇത്രയും നാളായിട്ട് 22 US പ്രസിഡന്റുമാർക്ക് ഈ അയർലൻഡ് ഒറിജിൻ ഉണ്ടത്രേ. ജോൺ F കെന്നഡി അതിൽപ്പെട്ട ഒരാളാണ്. ഈ കുടിയേറ്റവും അതുപോലെ തന്നെ ജനസംഖ്യയിലെ കുറവും ഉണ്ടാവാനായിട്ട് വേറൊരു കാരണം അടിക്കടി അവിടെ ഉണ്ടായിട്ടുള്ള ദാരിദ്ര്യം, ക്ഷാമമാണ്, ഭക്ഷണക്ഷാമം. അത് വളരെ രൂക്ഷമായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇവരെ സഹായിച്ചിട്ടില്ല എന്നുള്ള പരാതി ഇവർക്കുണ്ട്. ഞങ്ങൾ ആദ്യം എത്തിയത് അയർലൻഡിൻ്റെ ക്യാപിറ്റലായ ഡബ്ലിൻ ഒരു പുരാതനമായിട്ടുള്ളൊരു സിറ്റിയാണെന്നുള്ളത് അവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ റോഡ്, കോബ്ലർ സ്റ്റോൺ പതിച്ചിട്ടുള്ള റോഡുകളും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. പുരാതന കാലം തൊട്ടേ ഒരു വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു ഡബ്ലിൻ. പണ്ട് മുതലേ സ്കാൻഡിനേവിയൻ കൺട്രികളിൽ നിന്ന് വൈക്കിങ്സ് വ്യാപാരത്തിന് വന്നിരുന്ന സ്ഥലമായിരുന്നു അയർലൻഡ്. അങ്ങനെ അയർലൻഡ് സാമ്പത്തികമായിട്ടും വ്യാപാരപരമായിട്ടും വളരെ ഉയർന്ന ഒരു സ്ഥാനമായിരുന്നു അയർലൻഡിന്. അവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ട്രിനിറ്റി കോളേജ്, അതുപോലെ തന്നെ സെന്റ് പാട്രിക് കത്തീഡ്രൽ, അതുപോലെ തന്നെ ധാരാളം ചർച്ചുകൾ, കാസലുകൾ, ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം അതിപുരാതനമായിട്ട് അയർലൻഡും ഡബ്ലിനുമെല്ലാം സാമ്പത്തികമായിട്ട് വളരെ മുന്നിട്ട് നിന്നിരുന്നു എന്ന്. സാഹിത്യത്തിലും സംഗീതത്തിലും വളരെ മുൻപന്തിയിലായിരുന്നു. ഓസ്കാർ വൈൽഡ് പോലുള്ള സാഹിത്യകാരന്മാരുടെ ജന്മദേശമാണ് ഡബ്ലിൻ. ഇതിനെല്ലാം കൊണ്ടും അവരതിപുരാതനമായിട്ടുള്ള നഗരം പ്രൗഢഗംഭീരമായിട്ട് തന്നെ നിലനിർത്തി പോരുന്നുണ്ട്. ഗിന്നസ് ബുക്ക് റെക്കോർഡ്സ് അവരുടെ ആസ്ഥാനം ഡബ്ലിനാണ്. ഗിന്നസ് ഒരു പുരാതനമായിട്ടുള്ള ഒരു ബിയർ കമ്പനിയാണ്. ഇപ്പോഴും അവർ ഉന്നത നിലവാരമുള്ള ബിയർ മാനുഫാക്ചറേഴ്സാണ്. ഗിന്നസ് ബുക്ക് റെക്കോർഡ് എന്നുള്ളത് അവരുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്.
അയർലൻഡിൽ മൊത്തം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഒരു പബ് കൾച്ചർ. എല്ലാ സിറ്റിയിലും എല്ലാ ഉൾനാട്ടിലും പബ്ബുകൾ ധാരാളം ഉണ്ട്. അതിൽ ബിയറാണ് കൂടുതൽ സെർവ് ചെയ്യുന്നത്. ഈവൻ ഡബ്ലിനിൽ ഒരു പബ് സ്ട്രീറ്റ് തന്നെയുണ്ട്. ഡബ്ലിനിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്തതായി ഞങ്ങൾ പോയത് ബെൽഫാസ്റ്റ്. അതിപ്പോൾ UK ഭാഗമാണ്. ബെൽഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് 18-ാം നൂറ്റാണ്ട് തൊട്ടേ ഒരു വാണിജ്യപരമായിട്ടും പിന്നെ അതൊരു പോർട്ട് സിറ്റിയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് അവിടെ ഷിപ്പ് ബിൽഡിങ്ങിൽ വളരെ പോപ്പുലറായിരുന്നു ബെൽഫാസ്റ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ടൈറ്റാനിക് ബിൽഡ് ചെയ്തത് അവിടുത്തെ ഷിപ്പ് യാർഡിലാണ്. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിയം ഇവിടെയുണ്ട്. അത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അന്ന് കാലത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ കപ്പലിൻ്റെ ഒരു വലിപ്പവും അല്ലെങ്കിൽ അതിൻ്റെ ഘടനയും അകത്തെ ഇൻറ്റീരിയറും അല്ലെങ്കിൽ എല്ലാം അതിൻ്റെ ബാക്കി റിപ്ലിക്ക ഉണ്ടാക്കി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കാഴ്ചക്കാരെ ധാരാളം ആകർഷിക്കുന്നുണ്ട്. ഒരു 2-3 മണിക്കൂർ നേരം അവിടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു. ബെൽഫാസ്റ്റിലെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആ നിർമ്മിതികളും ബിൽഡിങ്ങുകളും റോഡുകളും സ്ക്വയറുകളും എല്ലാം കാണുമ്പോൾ 18th സെഞ്ചുറിയിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വ്യാപാര മേഖലയിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ജയന്റ് കോസ്വേ. അതൊരു നാച്ചുറൽ ഒരു അത്ഭുതമാണ്. അതായത് അയർലൻഡിന്റെ ഇങ്ങേ അറ്റത്ത് ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രതീരത്ത് ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടം. പക്ഷേ ആ പാറക്കൂട്ടങ്ങളെല്ലാം ഫോം ചെയ്തിട്ടുള്ളത് 40,000 വലിയ വലിയ ഹെക്സഗണൽ ഷേപ്പിലുള്ള ബ്ലോക്കുകളാണ്. അത് കണ്ടാൽ നമുക്ക് തന്നെ ഒരു അത്ഭുതം, എങ്ങനെ ഇത് ഇവിടെ ഫോം ചെയ്തു. ജിയോളജിക്കൽ എക്സ്പെർട്സ് പറയുന്നത് ഇത് ഒരു വോൾക്കാനിക് ഒരു ഇമ്പാക്റ്റിൽ വന്നിട്ടുള്ളതാണ്. ആ പാറകൾ അതുപോലെ ഫോം ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം വളരെ പ്രിസിഷനായിട്ട് ഇൻ്റർലോക്കിംഗ് ടൈല് പോലെയുള്ള കോളംസ്. അത് നേരിട്ട് കണ്ടാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ, പറഞ്ഞ് വർണ്ണിക്കാൻ സാധിക്കില്ല. അതൊരു പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അത് കാണാൻ തന്നെ ഒത്തിരി പേര് അവിടെ എത്തുന്നുണ്ട്. അതും ഇപ്പോൾ UK ഭാഗമാണ്. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ട് എത്തിച്ചേർന്നത് ഈ ദ്വീപിൻ്റെ വടക്കേ അറ്റത്തുള്ള പട്ടണമായ ലണ്ടൻ ഡെറി. പോകുന്ന വഴിക്ക് ഉടനീളം പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി കൂടിയാണ് നമ്മൾ കടന്നു പോയത്.